ഭക്ഷണത്തിനും ഫുട്ബോളിനും പേരുകേട്ട നാടാണ് നമ്മുടെ സ്വന്തം കോഴിക്കോട് അല്ലേ. ഫുട്ബോൾ ഭ്രാന്ത് ഭക്ഷണത്തിൽ കലർത്തി വിളമ്പുകയാണ് കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട അദമിൻ്റെ ചായക്കടയിൽ. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരത്തിനിറങ്ങുന്ന അർജന്റീനയുടെയും സ്പെയിനിൻ്റെയും നിറങ്ങൾ ചേർത്താണ് ഇവിടെ പുട്ടും നെയ്ച്ചോറും എല്ലാം വിളമ്പുന്നത്. ജോറാണ് കേട്ടാ. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, കണ്ടപ്പോൾ കൊതിയാവുന്നു, അതൊന്ന്. രണ്ടാമത് ആ കാഴ്ച തന്നെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അല്ലേ. ഫുട്ബോൾ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുക. ഒരുപക്ഷെ ഈ പുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. വേറെ ഏതെങ്കിലും ഭക്ഷണത്തിന് അങ്ങനെ അത്രയും രസമായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ദോശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. പുട്ടിനാണെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. എനിക്കൊന്നു ലോകത്ത് പുട്ടിന് മാത്രമേ ഈ ദേശീയ ചിത്രങ്ങളെ അല്ലെങ്കിൽ നിറങ്ങളെ ഇങ്ങനെ ആവാഹിക്കാൻ കഴിയത്തുള്ളൂ അല്ലേ വി എസ് രഞ്ജിത്ത്? തീർച്ചയായിട്ടും അതിലും കളർ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിൽ ആഡ് ചെയ്ത കളർ എന്നുള്ളത്. അത് ശംഖുപുഷ്പമാണ് അതിൻ്റെ നീല കളർ എന്ന് പറയുന്നത്, ബീട്രൂട്ടാണ് അതിൻ്റെ ചുവപ്പ് കളർ എന്ന് പറയുന്നത്. ഇന്നലെ നമ്മളിവിടെ വന്നിരുന്നു അതിൻ്റെ ഒരു എങ്ങനെയാണ് ഡെമോ ഒക്കെ നോക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില്ലുകൂട്ടിൽ ഈ സാധനം ഉണ്ട്. സ്പെയിൻ പുട്ടെന്നാണ് എഴുതിയിട്ടുള്ളത്, മറ്റേത് അർജന്റീനൻ പുട്ടാണ്. ഉച്ചയാകുമ്പോൾ നമുക്ക് സ്പെയിനിൻ്റെയും അർജന്റീനയുടെയും ഒക്കെ നെയ്ച്ചോറും കിട്ടും. ആളുകളൊക്കെ ഫുട്ബോൾ ആരാധകർ ധാരാളമുള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ഫുട്ബോൾ ആരാധകർ ആളുകൾ വന്നിട്ട് സ്പെയിൻ പുട്ടും അർജന്റീനൻ പുട്ടും ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സ്പെയിൻ പുട്ടുണ്ടോ? സ്പെയിൻ പുട്ട് എത്തിയിട്ടില്ല. ഓർഡർ ചെയ്യുന്നുണ്ട്. അർജന്റീനയാണോ? സ്പെയിൻ പുട്ടാ. നേരത്തെ സ്പെയിൻ, ബ്രസീലായിട്ട് ഇപ്പൊ സ്പെയിൻ അല്ല നേരത്തെ സ്പെയിൻ തന്നെയാണ്. സ്പെയിനാണ്. അതെ സ്പെയിൻ പണ്ട് സ്പെയിൻ തന്നെയാണ് അതെ. എല്ലാം നമ്മള് പോർച്ചുഗൽ നമ്മള് നേരത്തെ ഇറങ്ങിപ്പോയി. ഈ കളിയിൽ ആരുടെ കൂടെയാണ്? ഈ കളി നമ്മള് റെഫറി നല്ലോണം കളിക്കും. അല്ല, അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നില്ല. ഇല്ല ആരോടുണ്ട്? ഇല്ല അതൊന്നുമില്ല. മെസ്സി നമുക്ക് പുട്ട് വരുന്നുണ്ട് അല്ലേ. ഇതില് ഏത് പുട്ട് നിങ്ങൾ എടുക്കുന്നു നോക്കാം. ഈ സ്പെയിൻ പുട്ട് പരീക്ഷിക്കുന്നോ ഒന്ന്? ഇത്തവണ സ്പെയിൻ പരിപാടികളില്ല. സ്പെയിനിന്റെ ആവശ്യമില്ല. ഇല്ല, മുറിച്ച് തിന്നാനേ 100% മെസ്സി തന്നെ. നിഷ്പക്ഷമായി നിങ്ങൾ ഇന്നത്തെ കളിയിൽ പ്രതീക്ഷിക്കും? ഉറപ്പായിട്ട് സ്പെയിൻ ജയിക്കും. 2-1 അർജന്റീന ജയിക്കുന്നുള്ളത്. ഒരു 3-2 സ്പെയിൻ ജയിക്കും. അപ്പൊ ഇതിലേത് പുട്ടെടുക്കും? അർജന്റീന. ഓക്കെ. ഈ ആ നീല ശംഖുപുഷ്പമാണ്. ആ ചുവപ്പ് എന്താണ്? ആ മഞ്ഞ എന്താണ്? ചോപ്പ് ബീട്രൂട്ടും ആ മഞ്ഞ മറ്റേ മഞ്ഞളാണല്ലേ? ആ ഓക്കെ. നോ കളർ ആഡ്. ബീട്രൂട്ട് പിന്നെ ഹാപ്പി അല്ലേ? അപ്പോ ഈ ഓക്കെ ഉഷാറാണ്. അപ്പൊ വി എസ് രഞ്ജിത്തിനകത്ത് ഏത് പുട്ടെടുക്കും? പിന്നെ നമുക്ക് സ്പെയിൻ പുട്ടാണ് നല്ലതെന്ന് തോന്നുന്നു കുറച്ചുകൂടി. പോർച്ചുഗലിലായിരുന്നു അല്ലേ? കൊച്ചു കള്ള ബ്രസീലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ കുറേ സ്പെയിൻ ആരാധകർ വരുന്നു. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. അപ്പോൾ ഇത് വൈകുന്നേരം നമുക്ക് കാണാം. പരുവത്തിലാണ് സ്പെയിൻ ആരാധകരുള്ളത്. അതെ, സ്പെയിൻ ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ട്, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇതിപ്പോ നമ്മുടെ മെസ്സി ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. സ്പെയിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ സ്പെയിൻ എന്നൊക്കെ പറയുക. അപ്പോൾ അവിടുത്തെ ചോദിക്കുന്ന സമയത്ത് സ്പെയിനെ ജയിക്കത്തുള്ളൂ എന്ന് പറയുക. ഇതുവരെ സ്പെയിനെ ഫോളോ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ സ്പെയിൻ നല്ല ടീമാണ് കേട്ടോ.